Next കുറച്ച് derivations ആണ്. There are the influence line diagram for different types of beams. അതിൽ first one simply supported beam. There are the influence line diagram for simply supported beam. എങ്ങനെ ചെയ്യുന്നത്? See, ILD for simply supported beam. Okay, so consider a simply supported beam AB of span L. Let a unit load 1 kilonewton moves from left to right, that is from point A to B. Let any instant this 1 kilonewton be at a distance of x from support A. Okay, ഈ കണ്ടീഷനിൽ വരുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഡ്രോ ചെയ്യണം. ഓക്കെ, എന്തായിരിക്കും? ഫസ്റ്റ് റിയാക്ഷൻസ് ഫൈൻഡ് ചെയ്യാം. വിനോ RA പ്ലസ് RB ഈക്വൽ ടു 1 kilonewton ആണ്. ഓക്കെ, RA പ്ലസ് RB ഈക്വൽ ടു 1 kilonewton. എന്തായിരിക്കും? RA ഈക്വൽ ടു എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്? RA ഫൈൻഡ് ചെയ്യണം, RB ഫൈൻഡ് ചെയ്യണം. എങ്ങനെയായിരിക്കും? മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0 which is equal to RB into L minus 1 into X is equal to 0. Therefore, RB is equal to എന്തായിരിക്കും? X by L. RA is equal to 1 minus X by L. This is the generalized equation for reactions at A and B. Okay. Next, influence line diagram one by one ആയിട്ട്. So, first one is the influence line diagram for reaction at A. Okay. So, RA യുടെ equation that is 1 minus X by L. Okay, RA is equal to 1 minus X by L ആണ്. So, എന്തായിരിക്കും? പോയിന്റ് A ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, പോയിന്റ് A മീൻസ് 1 മൈനസ് എക്സ് ബൈ എൽ മീൻസ് എന്താ? എക്സിന്റെ വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് RA യുടെ വാല്യൂ ക്യാൻ ബി ചേഞ്ച്. സോ ഈ 1 kilonewtonന്റെ മൂവ്മെന്റ് ഫ്രം A ടു B ആണ്. സോ അറ്റ് A ആണെങ്കിൽ, ദിസ് 1 kilonewton അറ്റ് A ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് വാല്യൂ ഈക്വൽ ടു 0. Therefore, RA വാല്യൂ എന്തായിരിക്കും? 1 മൈനസ് 0 by L, that's equal to 1. Okay, so if 1 kilonewton is in point A, then the reaction at A will be equal to 1 ആയിരിക്കും. ഓക്കെ, അറ്റ് B ആവുന്ന സമയത്ത്, ഓക്കെ, ലോഡിന്റെ പൊസിഷൻ 1 kilonewtonന്റെ പൊസിഷൻ എന്ന് അപ് ടു B ആണ് റീച്ച് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? X is equal to L. Therefore, RA is equal to എന്തായിരിക്കും? 1 minus X by L is equal to L by L. It's equal to എന്തായിരിക്കും? 0. ഓക്കെ, സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും വരയ്ക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് ദി AB സ്പാൻ ആണെങ്കിൽ സ്പാൻ AB ഏതായിരിക്കും? അറ്റ് A it is 1 kilonewton. At B it's equal to 0. So this is the influence line diagram for RA. Okay, similarly ILD for RB എന്തായിരിക്കും? ജനറലൈസ്ഡ് ഇക്വേഷൻ, ദറ്റ് ഈസ് RB is equal to X by L ആണ്. RB is equal to X by L. Again position at A എന്തായിരിക്കും? X equal to 0. Therefore, RB is equal to 0. At B ആവുന്ന സമയത്ത് X is equal to L. Therefore, RB is equal to എന്തായിരിക്കും? X by L is equal to L by L, which is equal to 1. So, influence line diagram can be drawn as AB. At A it is 0. At B it is 1. Okay, this is the influence line diagram for reaction at A and B. ഈ ഒരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയായിരിക്കും? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെ. സപ്പോസ് ഇറ്റ്സ് എ
സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്പാൻ 5 മീറ്റർ ഉള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, എ ബി യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ 1 kN അറ്റ് എ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ എന്തായിരിക്കും? ആർ എ സീക്വൽ ടു ഫൈൻഡ് ചെയ്യുക, ആർ ബി സീക്വൽ ടു ഫൈൻഡ് ചെയ്യുക. ആർ എ സീക്വൽ ടു ആർ ബി സീക്വൽ ടു എന്തായിരിക്കും? 1/5 ആയിരിക്കും. ആർ എ സീക്വൽ ടു 4/5 ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. സിമിലർലി ഇതേപോലെ വീണ്ടും സെയിം ബീം കൺസിഡർ ചെയ്യുക. ചെയ്തു യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. 1 പകരം പൊസിഷൻ ഓഫ് യൂണിറ്റ് ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ കേസിൽ? ആർ എയുടെ വാല്യൂ, ആർ ബിയുടെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്? ചെയ്ത് നോക്കിയാൽ മതി. ആർ ബിയുടെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/5 ആയിരിക്കും. ആർ എ വാല്യൂ വിൽ ബി ഈക്വൽ ടു 3/5. ഓക്കെ, സെയിം ബീം സ്പാൻ 5 മീറ്റർ. യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ എഗെയിൻ ചേഞ്ച് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ചെയ്ത് നോക്കാം. ആർ എ വാല്യൂ, ആർ ബി വാല്യൂ എന്തായിരിക്കും? ആർ ബി വാല്യൂ വിൽ ബി ഈക്വൽ ടു 3/5 ആയിരിക്കും. ആർ എ വാല്യൂ വിൽ ബി ഈക്വൽ ടു 2/5. അതായത് ആ സെയിം ബീമിൽ തന്നെ ലോഡിന്റെ പൊസിഷൻ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ആർ എ ആൻഡ് ദി ആർ ബിയുടെ വാല്യൂ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ നോർമൽ രീതിയിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഓരോന്നിനും ഇക്വേഷൻസ്, ലോഡിനും മൊമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്ത് സോൾവ് ചെയ്താലാണ് ആർ എ ആൻഡ് ദി ആർ ബി വാല്യൂ ഫോർ ഡിഫറെന്റ് കണ്ടീഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിന് പകരം ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്തായിരിക്കും? നമുക്കറിയാം ആർ എയുടെ കേസിൽ വരുന്ന ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, ജനറലൈസ്ഡ് ഡയഗ്രാം ഏതാ? ആർ എയുടെ കേസിൽ ദിസ് ഈസ് ദി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ആർ എ. മാക്സിമം വാല്യൂ 1, 0. ഓക്കെ, എ ബി ആണ് സ്പാൻ എങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ആർ എ ഈക്വൽ ടു ദിസ് എന്തായിരിക്കും? ഇനി ഇതിൽ വരുന്ന പൊസിഷൻ നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷനെങ്കിൽ, ദാറ്റ് ഈസ് 1 kN അറ്റ് 1 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം എ ആണെങ്കിൽ ഏതായിരിക്കും? ഇതാണ് 1 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം എ. ഇതായിരിക്കും 1 മീറ്റർ ഡിസ്റ്റൻസ്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന ഓർഡിനേറ്റ് ചെക്ക് ചെയ്യാം. എങ്ങനെ ഓർഡിനേറ്റ് ചെക്ക് ചെയ്യുന്നത്? ടോട്ടൽ ഓഫ് 5 മീറ്റർ ആണ്.